അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ശറഫലന ബീത്തും അർത്ഥവും രീതിയും അതിലുള്ള അവസാനത്തെ ഹദീസ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള 3 വരി കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള റദീതു ബിഹി മൗലൻ, ആ ബീത്താണ് നമുക്ക് എടുക്കാനുള്ളത്. റദീതു ബിഹി മൗലൻ അലാ കുല്ലി ഹാലതി ഫകുല്ലി ബൈദി ദാരി ദൈരി വയ്യാഹു. റദീതു ബിഹി, അതിന് ജവാബ് സലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയ്യതി. റദീതു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞാൻ ഇഷ്ടം വെച്ചു. മൗലൻ, നേതാവായിട്ട്. മൗലൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൗലൻ എന്ന് പറഞ്ഞാൽ നേതാവെന്ന്. മൗലൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്ന അർത്ഥവും മൗലക്കുണ്ട്. ഇവിടുത്തെ അർത്ഥം മൗലൻ എന്ന് പറഞ്ഞാൽ നേതാവായിട്ട്. അലാ കുല്ലി ഹാലത്തിൻ, എല്ലാ സമയത്തും. ഇപ്പോൾ കുല്ലി ബഈദി ദാരി, വീട് ദൂരെയായവനോട് നീ പറയുക. ഫക്കുൽ, നീ പറയുക. നീ ബഈദി ദാരി, വീട് ദൂരെയായവനോട്. നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന വീട് അത് ദൂരെയായവനോട് നീ പറയുക. ദൈനി എന്നെ നീ ഒഴിവാക്കുക. വയ്യാഹു, അവനെയും ഒഴിവാക്കുക. അടുത്ത് യുവാസീലുനി തൗറം വതൗറൻ യസുദ്ദുനി ഫഹാന അനാറാദിൻ ബില്ലദീ ഹുവ യഹ്വാഹു എന്നും ഉണ്ട്. യുവാസിലുനി തൗറൻ, അവൻ എന്നെ അടുപ്പിക്കും. തൗറൻ, ഒരു സമയം, ഒരു പ്രാവശ്യം. യുവാസിലുനി, അവൻ എന്നെ അടുപ്പിക്കും. തൗറൻ, ഒരു പ്രാവശ്യം. വതൗറൻ, മറ്റൊരു പ്രാവശ്യം. യസുദ്ദുനി, അവൻ എന്നെ ദൂരീകരിക്കുകയും ചെയ്യും, തടയുകയും ചെയ്യും. വഹാ, നീ അറിയുക. അനറാദിൻ, ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. ബില്ലദീ, ഒരുത്തനെ കൊണ്ട്. ഹുവ യഹ്ദാഹു, അവൻ ഹിദായത്തിലാക്കും, അവൻ സന്മാർഗത്തിലാക്കും. അങ്ങനത്തെ ഒരാളെ കൊണ്ട് ഞാൻ ഇഷ്ടം വെച്ചവനാണ്. അല്ലെങ്കിൽ ഹുവ യഹ്വാഹു എന്ന്, അവനെ ബില്ലദീ, ഒരുത്തനെ കൊണ്ട്. അവൻ യഹ്വാഹു, അവനെ ഇഷ്ടം വെക്കും. യഹ്വാഹു എന്നാൽ ഇഷ്ടം വെക്കും. യഹ്ദാഹു, അവൻ ഹിദായത്തിലാക്കും, സന്മാർഗത്തിലാക്കും. അങ്ങനത്തെ ഒരാളെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടവനാണ്. അടുത്ത് ഫലൗലാഹുമാ ത്വാബൽ ഹവാലി മുതയ്യമി വലസ്തഅദബത്തൊറഫുൽ മദാമിയ ലൗലാഹു സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയ്യതി. ഫലൗലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, മാ ത്വാബൽ ഹവാ, ഇഷ്ടം വെക്കുന്നവരൊന്നും ഇഷ്ടം വെക്കുമായിരുന്നില്ല. ലി മുതയ്യമിൻ, ഇഷ്ടം വെക്കുന്നവർക്ക് വേണ്ടി. ഇഷ്ടം വെക്കുന്നവരൊന്നും ഇഷ്ടം വെക്കുന്നവരായിരുന്നില്ല. വലസ്തഅദബത്തൊറഫു, തൊറഫ് എന്ന കണ്ണ്. വലസ്തഅദബത്തൊറഫു, കണ്ണുകൾ വേദനിക്കുന്നതല്ല. അൽ മദാമിയ, കണ്ണുനീർ ഒലിപ്പിക്കുന്നതായ കണ്ണ്
ആ കണ്ണ് വേദനിക്കുന്നതല്ല ലൗലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പം നബി സല്ലല്ലാഹു തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് കണ്ണിന് വേദന ഉണ്ടായതും ആ കണ്ണുനീർ ഒലിപ്പിക്കുന്നതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് എന്ന് ഈ ബൈത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ولولاه ما هن الوذات لحاجده ولا استنشق الوشاق يوما خذاماه. വലൗലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ലെങ്കിൽ മാഹന്നൽ ഹുദാത്തു ഒട്ടകം തുളിച്ചു കൊണ്ടുപോകുന്നതല്ല. ഒട്ടകം തുളിച്ചു കൊണ്ടുപോകുന്നതല്ല. ലി ഹാജിദിന് യാത്രക്കാർക്ക് വേണ്ടി, അതായത് ഒട്ടകം തൊളിച്ചു കൊണ്ടുപോകുന്നതല്ല, അല്ലെങ്കിൽ ഒട്ടകം ഇസ്ക് വെക്കുന്നതല്ല, ആഗ്രഹിക്കുന്നതല്ല. ലി ഹാജിദിന് യാത്രക്കാർക്ക് വേണ്ടി. വലസ്തൻഷകൽ ഹുഷാക്കു ഇസ്ക് വെക്കുന്നതല്ല, സുഗന്ധം ഉപയോഗിക്കുന്നതല്ല. അൽ ഉഷാക്കു എന്ന ഇസ്ക് വെക്കുന്നവർ, സ്നേഹം വെക്കുന്നവർ സുഗന്ധം ഉപയോഗിക്കുന്നതല്ല. യൗമൻ ഒരു ദിവസവും ഹുദാഹുമാഹു സുഗന്ധവാസനകൾക്ക് വേണ്ടി. അതിൻ്റെ ജവാബ് തന്നെ ഏത് സലാത്തും വതസ്ലീമും അതേ രീതി. അടുത്ത് സലാത്തും വതസ്ലീമും അലാ ഖൈരി മുർസലി മുഹമ്മദിനി ദാഇ ഇലാ സുബിലി മഹ്ദാഹു. സലാത്തും വതസ്ലീമും അല്ലാഹുവിലുള്ള സലാത്തും സലാമും അലാ ഖൈരി മുർസലി പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. മുഹമ്മദിൻ, അതായത് എന്തെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. അദ്ദാഹി ക്ഷണിക്കുന്നതായ പ്രവാചകനായ പ്രബോധകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. ഇലാ സുബിലി മഹ്ദാഹു അവൻ ഇലാ സുബിലി മഹ്ദാഹു അവൻ ആക്കുന്നതായ വഴികളിലേക്ക് ക്ഷണിക്കുന്നതായ പ്രബോധകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. ഇതോടുകൂടെ ശറഫനാം ബെയ്ത്തും അർത്ഥവും രീതിയും എന്ന ഈ മൗലിദിലെ ബെയ്ത്തിൻ്റെ അർത്ഥവും അതിൻ്റെ രീതിയും അതിന് ജവാബും എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങളത് പഠിക്കണമെന്നും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.